Hello friends, welcome to the online SS class. How are you? All are fine? Okay. All of you ready to study SS? Yes, ready, I know. Today, we can start a new chapter. That is, which chapter? Second chapter. Chapter 2. Chapter 2. All of you happy? The first chapter is over. All are studied that chapter? In first chapter, what did you study? Mainly, you study Renaissance, humanism, Reformation, Industrial Revolution, etc. All of you study well? Okay, very good. The second chapter is a continuation of first chapter. Okay? The second chapter is the continuation of first chapter. First chapter explains the change in the world from 13th century. That included Renaissance, humanism, etc. The second chapter included in the world main events did happen. The chapter name is from trade to power. From trade to power. What is the chapter name? From trade to power. കച്ചവടത്തിൽ നിന്നും അധികാര കേന്ദ്രത്തിലേക്ക്. ട്രേഡ് മീൻസ് കച്ചവടം, വ്യാപാരം. പവർ, അധികാരം, ശക്തി. ഓക്കെ. സെക്കൻഡ് ചാപ്റ്റർ name is from trade to power. You have got an idea about second chapter? ഈ ഹെഡിങ്ങിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് സെക്കൻഡ് ചാപ്റ്ററിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ. എന്താ കിട്ടിയത്? കച്ചവടവും അധികാരവും. അല്ലേ? കച്ചവടവും അധികാരവും തമ്മിലുള്ള എന്തെങ്കിലും ബന്ധമായിരിക്കാം ഈ ചാപ്റ്റർ പറയുന്നത് എന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ. Then coming to your textbook. Even the black gold has a story to tell. Your second chapter is started with a storytelling. All of you like storytelling? എല്ലാവർക്കും കഥ പറയാൻ ഇഷ്ടമാണോ? ഇഷ്ടമാണല്ലേ? എല്ലാവർക്കും കഥ പറയാനും കഥ കേൾക്കാനും ഒക്കെ ഇഷ്ടമല്ലേ? ആണ്. നമ്മൾ എത്ര വലിയ കുട്ടികളായാലും കഥ കേൾക്കുക എന്നുള്ളത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഒരാളിങ്ങനെ പറയുക, നമ്മളിങ്ങനെ ആസ്വദിച്ച് കേൾക്കുക, അതിൻ്റെ ഒരു സുഖം, സന്തോഷം അല്ലേ? വളരെ എല്ലാവർക്കും ഇഷ്ടമാണ്. അങ്ങനെയുള്ള ഒരു കഥയാണ് നിങ്ങളുടെ സെക്കൻഡ് ചാപ്റ്ററിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈവൻ ദ ബ്ലാക്ക് ഗോൾഡ് ഹാസ് എ സ്റ്റോറി ടെൽ. നമുക്ക് ഓരോരുത്തർക്കും ഓരോ കഥ പറയാനുണ്ടോ അല്ലേ? പക്ഷെ ഇവിടെ കഥ പറയുന്നത് നിങ്ങളുടെ സെക്കൻഡ് ചാപ്റ്ററിൽ ഒരാൾ കഥ പറയുന്നുണ്ട്. ആരാണ് ആ കഥ പറയുന്നത്? ബ്ലാക്ക് ഗോൾഡ്. ബ്ലാക്ക് ഗോൾഡ്, ബ്ലാക്ക് ഗോൾഡ്, കറുത്ത സ്വർണം. ഗോൾഡ് എല്ലാവർക്കും ഇഷ്ടമാണ്. ഗോൾഡ് എല്ലാവർക്കും അറിയാലോ. അതെ. ഇവിടെ ബ്ലാക്ക് ഗോൾഡ്, കറുത്ത സ്വർണം. എന്താ കറുത്ത സ്വർണം? ഇറ്റ് ഈസ് പെപ്പർ. ഓൾ ഓഫ് യു നോ പെപ്പർ. പെപ്പർ മീൻസ് കുരുമുളക്. ഇതാരാണ് ബ്ലാക്ക് ഗോൾഡ് എന്നറിയപ്പെടുന്നത്? നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ള, നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന പെപ്പർ അല്ലേ? പെപ്പർ നമുക്കെല്ലാവർക്കും ഇഷ്ടമാണ്. വെറുതെ കഴിക്കാനാണോ ഇഷ്ടം? പെപ്പർ വെറുതെ കഴിക്കാനാണോ ഇഷ്ടം? നോ, ഇറ്റ് ഈസ് എ സ്പൈസി ഇൻ അവർ ഫുഡ്. സ്പൈസിയാണ് നമ്മുടെ സുഗന്ധവ്യഞ്ജനങ്ങളിൽ കറുത്ത പൊന്നി എന്നറിയപ്പെടുന്നതാണ് ആര്? പെപ്പർ. ആ പെപ്പറിന്റെ കഥയോടുകൂടിയാണ് നിങ്ങളുടെ സെക്കൻഡ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത്. യെസ്, ചാപ്റ്റർ ഈസ് അഡ്രസ്സിംഗ് യു കോൾ ഫ്രണ്ട്സ്. നിങ്ങളെല്ലാവരും അഭിസംബോധന ചെയ്തിട്ടാണ് ഈ ചാപ്റ്റർ ആരംഭിക്കുന്നത്. ഫ്രണ്ട്സ്, കൂട്ടുകാരെ. ഐ ആം പെപ്പർ. പെപ്പറിന്റെ കഥ ഓട്ടോബയോഗ്രഫി രീതിയിലാണ് പറയുന്നത്. പെപ്പറിന്റെ കഥ തന്നെയാണ് പറയുന്നത്. ഐ ആം പെപ്പർ. ഞാൻ ആരാണ്? ഞാൻ പെപ്പറാണ്. Can I invite you to the Europe a few centuries ago? ഞാൻ
യൂറോപ്പിലേക്ക് വളരെ പണ്ട് കാലം, അതായത് സെഞ്ചുറീസ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എന്നെ യൂറോപ്പിലേക്ക് ക്ഷണിക്കപ്പെട്ടിട്ടുണ്ട്. എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാമോ? Can I invite you to the Europe a few centuries ago? കുറച്ച് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എന്നെ യൂറോപ്പിലേക്ക് എങ്ങനെയാണ് ക്ഷണിച്ചതെന്ന് നിങ്ങൾക്ക് അറിയുമോ? The rural folks in Europe would kill some of their cattle for meat and preserve it for the prolonged winter season. Pepper telling that story. The rural folks means തദ്ദേശവാസികൾ in Europe. All of you know? യൂറോപ്പിലെ തദ്ദേശവാസികൾ would kill some of their cattle for meat and എപ്പോഴെന്താണ് അവരുടെ ഭക്ഷണം, നമുക്കറിയാം മീറ്റ് ആയിരിക്കും കൂടുതലും അവരുടെ ഭക്ഷണം അല്ലെ. അപ്പൊ ആ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് റൂറൽ ഫോക്സ് മൃഗങ്ങളെ അല്ലെങ്കിൽ എന്താണ് കാറ്റിലിനെ, കന്നുകാലികളെ കൊല്ലുമായിരുന്നു. ആൻഡ് പ്രിസർവ് ഇറ്റ് ഫോർ പ്രൊലോങ്ഡ് വിന്റർ സീസൺ. എന്തിനു വേണ്ടിയിട്ടാണ്? വെറുതെ കൊല്ലുന്നതാണോ? അല്ല, ഫോർ ഫുഡ്, ഭക്ഷണത്തിന് വേണ്ടി. എപ്പോഴേക്ക്? ഫോർ വിന്റർ സീസൺ. വിന്റർ സീസൺ തണുപ്പ് കാലത്ത് കൈകാലുകൾ മരവിപ്പിക്കുന്ന തണുപ്പാണ് യൂറോപ്പിലുണ്ടാവുക. നമ്മൾ കഴിഞ്ഞ വർഷത്തെ ന്യൂസിലൊക്കെ കാണണ്ടായിരുന്നു അല്ലേ? വെള്ളമൊഴിക്കുമ്പോൾ തണുത്തു പോകുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ ആ വിന്റർ സീസണിലേക്ക് ഭക്ഷണമൊക്കെ കിട്ടാൻ പ്രയാസമായിരിക്കും. അപ്പോൾ ആ ഭക്ഷണം കിട്ടാൻ അപ്പോഴേക്കും ഭക്ഷണം സൂക്ഷിച്ചു വെക്കുമായിരുന്നു. The heavy snowfall in the winter was not favorable for the grass to grow in the cattle fields. എന്തുകൊണ്ടാണ്? ആ സമയത്ത് ഭക്ഷണം അവർക്ക് ലഭ്യമല്ലേ, പിന്നെ ഇതിനെ സൂക്ഷിച്ചു വെക്കുന്നത്? The heavy snowfall, കനത്ത മഞ്ഞുവീഴ്ച, in the winter was not favorable for the grass. ഗ്രാസ്, പുല്ലിനെ വളർത്തില്ല. ഹെവി റെയിൻഫോൾ ആണ്. മഞ്ഞ് മൂടപ്പ് കെട്ട് കിടക്കുന്ന പ്രദേശങ്ങളിൽ എന്താണ്, പുല്ലിന് വളരാൻ കഴിയില്ല. നമുക്കറിയാം സസ്യങ്ങൾക്ക് വളരണമെങ്കിൽ എന്താവശ്യമാണ്? സൺലൈറ്റ് ആവശ്യമാണ്. അപ്പൊ ആ സൺലൈറ്റ് അവർക്ക് ലഭ്യമല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ സ്നോഫോൾ ആണ്, മഞ്ഞുവീഴ്ചയാണ്. കട്ടി കൂടി മഞ്ഞ് മൂടപ്പെട്ട് കിടക്കുന്ന പ്രദേശങ്ങളിൽ പുല്ല് വളരില്ല. ഗ്രാസ് ടു ഗ്രോ ഇൻ ദ കാറ്റിൽ ഫീൽഡ്സ്. കാറ്റിലിന്റെ, മൃഗങ്ങളുടെ അല്ലെങ്കിൽ കന്നുകാലികളുടെ പ്രധാന ഭക്ഷണം എന്താണ്? പുല്ലാണ്. അത് വളരാൻ കഴിയില്ല. ബോത്ത് ദ പീപ്പിൾ ആൻഡ് കാറ്റിൽ ഫേസ്ഡ് ഷോർട്ടേജ് ഓഫ് ഫുഡ് ഡ്യൂറിങ് ദിസ് സീസൺ. അതുകൊണ്ട് തന്നെ വിന്റർ സീസണിലെ കാറ്റിൽ മാത്രമല്ല, ജനങ്ങളും കാറ്റിലും എന്തിന് കാരണമാകുന്നു? ഫുഡ് ഷോർട്ടേജിന് കാരണമാകുന്നു. ദ സൊല്യൂഷൻ ഫോർ ദിസ് വാസ് ടു പ്രിസർവ് ദ കാറ്റിൽ മീറ്റ് ആസ് ഫുഡ് ഫോർ വിന്റർ. അതിന്റെ പരിഹാരം എന്നോണം കാറ്റിനും വേണ്ടി ഫുഡ് പ്രിസർവ് ചെയ്യുന്നുണ്ട്, പുല്ല് പ്രിസർവ് ചെയ്ത് വെക്കാൻ അവർ ശ്രമിച്ചിരുന്നു. അതുകൂടാതെ അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഫുഡ്, വിന്റർ സീസണിലെ ഫുഡ് പ്രിസർവ് ചെയ്ത് വെച്ചിരുന്നു. Remember that there was neither electricity nor refrigerator of any kind during that time. ഓർക്കേണ്ട കാര്യം, ഇപ്പൊ നമ്മൾ ഫുഡ് പ്രിസർവ് ചെയ്ത് വെക്കുന്നുണ്ട് അല്ലേ? മീറ്റൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ പ്രിസർവ് ചെയ്ത് വെക്കുന്നത്? യൂസിങ് റെഫ്രിജറേറ്റർ, ഫ്രിഡ്ജ് ഉപയോഗിച്ചിട്ടാണ്. ഫ്രിഡ്ജിന് എന്താവശ്യമാണ്? റെഫ്രിജറേറ്ററിന് എന്താവശ്യമാണ്? ഇലക്ട്രിസിറ്റി. ബട്ട് ഫ്യൂ സെഞ്ചുറീസ് അഗോ there is no refrigerator and electricity. So they found me effective in preserving the meat and making it tastier. പക്ഷെ അവര് എഫക്റ്റീവായിട്ട് വളരെ കാര്യക്ഷമതയോടെ തന്നെ മീറ്റ് പ്രിസർവ് ചെയ്ത് വെക്കാനും അതുപോലെ തന്നെ ടേസ്റ്റ് ചെയ്ത് വെക്കാനും അവർക്ക് അറിയാമായിരുന്നു. ഇൻ ഷോർട്ട്, ഐ വാസ് ഇൻഎവിറ്റബിൾ ഫോർ ദം. അവർ മനസ്സിലാക്കി എന്നെ ഉപയോഗിച്ചാൽ. ആരാണ് ഞാന്? ബ്ലാക്ക് ഗോൾഡായ പെപ്പറാണ് കഥ പറയുന്നത്. ഞാനല്ല കഥ പറയുന്നത്. ആരാ കഥ പറയുന്നത്? പെപ്പറാണ്. അപ്പൊ പെപ്പറിനെ ഉപയോഗിച്ചാൽ ഇത് എഫക്റ്റീവായിട്ട്, ഇത് ഏറ്റവും ടേസ്റ്റിയർ ആയിട്ട് ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും, പ്രിസർവ് ചെയ്ത് വെക്കാൻ പറ്റും എന്ന് ആര് കണ്ടെത്തി? യൂറോപ്യൻസ് കണ്ടെത്തി. ഐ വാസ് ഇൻഎവിറ്റബിൾ ഫോർ ദം. അതുകൊണ്ട് തന്നെ എന്നെ അവർക്ക് അത്യാവശ്യമായി വന്നു. My friends, cardamom, cinnamon and ginger are spices like I am.
എന്നെ പോലെ തന്നെയാണ് കേട്ടോ മറ്റുള്ള സ്പൈസസ് എന്ന് പറഞ്ഞാൽ സുഗന്ധവ്യഞ്ജനങ്ങൾ. ഏതൊക്കെ? എന്നെ പോലെ തന്നെയാണ് ഏലക്ക, കറയാമ്പൂ, പട്ട എന്നൊക്കെ പറയുന്ന സുഗന്ധവ്യഞ്ജനങ്ങളിൽ തന്നെ. ജിഞ്ചർ അല്ലെ, ഇഞ്ചി, ഇതൊക്കെ നമുക്ക് പിന്നെന്താണ്, എല്ലാ സുഗന്ധവ്യഞ്ജനങ്ങളും അവർക്ക് എന്നെ പോലെ തന്നെ വളരെ ഇഷ്ടമാണ്. ഓൾസോ ലവ്ഡ് ബൈ ദം, അവര് എല്ലാവരെയും നന്നായി സ്നേഹിക്കുന്നുണ്ട്. The traders came in search of us from the time immemorable. അതുകൊണ്ട് തന്നെ എന്നെ തേടി വന്ന ട്രേഡേഴ്സ്, കച്ചവടക്കാർ യൂറോപ്പിൽ നിന്നും എന്നെ തേടി വന്ന കാലഘട്ടം എനിക്ക് ഓർക്കാതിരിക്കാൻ കഴിയില്ല എന്നാണ് ആര് പറയുന്നത്? പെപ്പർ പറയുന്നത്. മനസ്സിലായോ? Didn't you listen to the story of Pepper? എല്ലാവരും പെപ്പറിന്റെ സ്റ്റോറി മനസ്സിലാക്കിയോ? എല്ലാവരും മനസ്സിലാക്കിയോ? What did you understand from the story? മനസ്സിലാക്കിയെങ്കിൽ what did you understand from the story? ഈ സ്റ്റോറിയിൽ നിന്ന് നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയത്? എന്താ മനസ്സിലാക്കിയത്? Anyone to say? What did you understand from the story? Yes, the spices of our land were essential to the foreigners. ഒന്നാമത്തതാണ് മനസ്സിലാക്കിയത്. പെപ്പറിന്റെ സ്റ്റോറി ടെല്ലിംഗിൽ നിന്നും നമ്മൾ മനസ്സിലാക്കിയ ഫസ്റ്റ് പോയിന്റ്, the spices of our land, the spices of our land is, the spices of our land were essential for, were essential for to the foreigners. ആർക്ക് ഇൻഎവിറ്റബിൾ ആണ്? ആർക്കാണത് അത്യാവശ്യം? ഫോറിനേഴ്സിന് എന്താവശ്യമാണ്? നമ്മുടെ ലാൻഡിലെ, എന്താ നമ്മുടെ ലാൻഡ് എന്ന് പറയുന്നത്? ഏറ്റവും കൂടുതൽ സ്പൈസസ് ഉള്ളത് എവിടെയാണ്? നമ്മുടെ കേരളത്തിലാണ്. കേരളത്തിലെ സ്പൈസസ് ആർക്ക് ആവശ്യമാണ്? essential for the foreigners. ഫോറിനേഴ്സിന് അത്യാവശ്യമായിരുന്നു. സെക്കൻഡ് പോയിന്റ്, the traders all over the world used to visit here to collect the spices. അതുപോലെ തന്നെ നമുക്കറിയാം ധാരാളം വിദേശികൾ എവിടെ സന്ദർശിച്ചിട്ടുണ്ട്? ഇന്ത്യ സന്ദർശിച്ചിട്ടുണ്ട്, കേരളം സന്ദർശിച്ചിട്ടുണ്ട്. അവരൊക്കെ എന്തിന് സന്ദർശിച്ചതായിരുന്നു? Traders visit to Kerala all over the world for to collect spices. The traders, second point, the traders visit to Kerala. The traders visit to Kerala for collect. എന്തിനു വേണ്ടിയിട്ടാണ് അവർ കേരളം സന്ദർശിച്ചത്? For collect spices. അവർ പ്രധാനമായിട്ടും centuries ago the traders or the foreigners visited to Kerala for collect spices. എന്ത് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു? സ്പൈസസ് കളക്ട് ചെയ്യാൻ വേണ്ടിയായിരുന്നു. All of you understand? The storytelling of Pepper. What did you understand? Did you understand these 2 points? First one is the spices of our land were essential for the foreigners. നമ്മുടെ രാജ്യത്തിലെ സ്പൈസസ് എന്ന് പറയുന്നത് ആർക്ക് അത്യാവശ്യമായിരുന്നു? ഫോറിനേഴ്സിന് അത്യാവശ്യമായിരുന്നു. സെക്കൻഡ് പോയിന്റ്, the traders visited to Kerala for collect spices. അവർ എന്തിനു വേണ്ടിയിട്ടായിരുന്നു കേരളം സന്ദർശിച്ചിരുന്നത് അല്ലെങ്കിൽ നമ്മുടെ രാജ്യം സന്ദർശിച്ചിരുന്നത്? For collect the spices. Okay. You have understood the previous chapter about the conquest of Constantinople by the Turks. All of you know Turks. Then we can go to first chapter. When the Turks conquered Constantinople, it is in 1453. It is in 1453. All of you know that. When the Turks conquered Constantinople, 1453. This Constantinople is a way to, you know that, gateway of India. കോൺസ്റ്റാന്റിനോപ്പിൾ യൂറോപ്പിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള ഒരു ഗേറ്റ് വേ ആണ്, ഒരു വഴിയായിരുന്നു എന്ന് നിങ്ങൾക്കറിയാം. ബട്ട് തുർക്സ് കോൺകേർഡ് കോൺസ്റ്റാന്റിനോപ്പിൾ. തുർക്കികൾ എന്താ ആക്രമിച്ചു? കോൺസ്റ്റാന്റിനോപ്പിൾ ആക്രമിക്കുകയും അതോടുകൂടി ദ ഗേറ്റ് വേ വാസ് സ്റ്റോപ്പ്ഡ്. യൂറോപ്പിൽ നിന്നും ഏഷ്യയിലേക്കുള്ള ഗേറ്റ് വേ സ്റ്റോപ്പായി.
This situation necessitated the European traders to find out a sea route to India. അതുകൊണ്ട് തന്നെ അതുവരെ അവർ യാത്ര ചെയ്ത് എങ്ങനെയാണ്? തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ 1453 ആക്രമിക്കുന്നത്. ആ 1453 തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ ആക്രമിച്ചതോടുകൂടി അതുവരെ യൂറോപ്പിൽ നിന്നും ഏഷ്യയിലേക്ക് വന്ന വഴി അടയ്ക്കപ്പെട്ടു, വഴി ഇല്ലാതായി. അതുകൊണ്ട് തന്നെ യൂറോപ്യൻസിന് ഒരു പുതിയ വഴി കണ്ടെത്തേണ്ടതായി വന്നു. വിത്ത് ദ ഡിസ്കവറി ഓഫ് സീ റൂട്ട് ടു ഇന്ത്യ അവരെന്താ കടലിലൂടെ ഒരു പുതിയ മാർഗം കണ്ടെത്താൻ തുടങ്ങി. ദ പോർച്ചുഗീസ്, ദ ഡച്ച്, ദ ഇംഗ്ലീഷ് ആൻഡ് ദ ഫ്രഞ്ച് റീച്ച്ഡ് ഇന്ത്യ ഫോർ ദ പീപ്പിൾ ഓഫ് ട്രേഡ്. അങ്ങനെ കടലിലൂടെ ഒരു പുതിയ മാർഗം കണ്ടെത്തിയതോടുകൂടി ഫസ്റ്റ് ഫോറിനേഴ്സ് ഇൻ ഇന്ത്യ റീച്ച് വാസ് പോർച്ചുഗീസ്. ഇന്ത്യയിൽ ആദ്യം എത്തിയ വിദേശികളായിരുന്നു ആര്? പോർച്ചുഗീസ്. സെക്കൻഡ് വൺ ഈസ് ഡച്ച് ആൻഡ് തേർഡ് വൺ ഈസ് ഇംഗ്ലീഷ് ആൻഡ് ഫോർത്ത് വൺ ഈസ് ഫ്രഞ്ച്. വഴിയെ തുടർന്ന്, അതായത് പോർച്ചുഗീസിനെ തുടർന്ന് ഫ്രഞ്ചുകാരും, ഫ്രഞ്ചുകാരെ തുടർന്ന് ഇംഗ്ലീഷുകാരും, ഇംഗ്ലീഷുകാരെ തുടർന്ന് ആരും ഇന്ത്യയിലെത്തി? ഫ്രഞ്ചുകാരും ഇന്ത്യയിലെത്തി. All of you understand? Once more, first of all, we understand that the storytelling of pepper is black gold. Pepper is known as black gold. What did you understand from the storytelling of pepper? First one, the spices of our land were essential to the foreigner. Second one, the traders visited to Kerala for collect spices. പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് വൺ 1453 Turks conquered Constantinople. First of all, who reached India as a foreigners? That is Portuguese, then Dutch, then English and French. Okay. Next one, from Portugal to Calicut. Next topic is Portugal to Calicut. This topic is we discussed tomorrow. Today topic is all of you understand. Let us wind up my class.